നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛൻ പറയുന്നു അമ്മയാണ് പണസഞ്ചി ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ടാവുകയെന്ന്. എത്ര ആലോചിച്ചിട്ടും എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അമ്മ എന്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇല്ല, ഒരു സാധ്യതയില്ല. പിന്നെ സരോജ് ചേച്ചി ഉണ്ടായിരുന്നു. ഷീബ വയറുവേദന വന്ന് കരഞ്ഞതുകൊണ്ട് ചേച്ചി അവിടുന്ന് നേരത്തെ പോയെന്ന് അമ്മ പറഞ്ഞു. വയറുവേദനയാന്ന് പറഞ്ഞിട്ട് നോക്കാം. One for the master, one for the dam, and one for the little boy who lives down the land. Baba, black sheep, have you any wood? Yes sir, yes sir, yes, three sir, bags yes, sir, full. 3 bags full. One for the master, one for the dam, and one for the little boy who lives down the land. അങ്ങനെ. ഹായ്, താങ്ക് യു ചേച്ചി. മോളുടെ വയറുവേദനയൊക്കെ മാറിയോ? വയറുവേദനയോ? എനിക്ക് വയറുവേദന ഒന്നും ഉണ്ടായില്ലല്ലോ. തുണിക്കടയിൽ നിന്ന് വേഗം ഇറങ്ങിയത് വയറുവേദനിച്ചിട്ടല്ലേ? അല്ലല്ല, അമ്മ പറഞ്ഞു പെട്ടെന്ന് പോണോന്ന്. എന്നെയും കൊണ്ട് ഇങ്ങ് പോരുകയും ചെയ്തു. പിന്നെ മോള് കരഞ്ഞെന്ന് പറഞ്ഞതോ? ആതിര ചേച്ചിയുടെ കല്യാണ സാരി അമ്മ കാണാൻ സമ്മതിക്കാത്തോണ്ടാ കരഞ്ഞത്. അയ്യോ. ഒരു കയ്യിൽ എന്നെ മറ്റു കയ്യിൽ ഒരു ബാഗും പിടിച്ച് അമ്മ എന്തൊരു ഓട്ടമായിരുന്നു. അവിടെ നിന്നൊരു ഓട്ടോ കയറി നമ്മൾ പെട്ടെന്ന് വീട്ടിൽ വന്നു. മോളെ ഷീബേ, ഒന്നിങ്ങ് വന്നേ. ചേച്ചി, അമ്മ വിളിക്കുന്നു. ഞാൻ പോവാണേ. ചോക്ലേറ്റ് എന്നതിന് താങ്ക്സ്. വയറുവേദനയോ? എനിക്ക് വയറുവേദന ഒന്നും ഉണ്ടായില്ലല്ലോ. അമ്മ പറഞ്ഞു പെട്ടെന്ന് പോണോന്ന്. അമ്മ എന്തൊരു ഓട്ടമായിരുന്നു. അവിടെ നിന്നൊരു ഓട്ടോ കയറി നമ്മൾ പെട്ടെന്ന് വീട്ടിൽ വന്നു. എന്താ ചേച്ചി, എന്തിനാ കരയുന്നത്? എന്നോട് ക്ഷമിക്കാതിരെ, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. പ്രത്യേകിച്ച് ഈ വീട്ടിലെ എല്ലാവരോടും. ഒരിക്കലും മാപ്പ് അറിയിക്കാത്ത തെറ്റാ ഞാൻ ചെയ്തത്. ഇങ്ങനെ കരയാതെ കാര്യം പറ ചേച്ചി. ആ വലിയ തെറ്റിന്റെ ഭാരം ഇനിയും എനിക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാന്ന് കരുതിയത്. നിങ്ങളൊക്കെ എന്ത് ശിക്ഷ തന്നാലും അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാ. കാര്യം പറയാതെ വെറുതെ ഇങ്ങനെ നിന്ന് കരയുന്നത് എന്തിനാ? എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ.
ഇതിലുണ്ട്. അപ്പൊ ചേച്ചിയാണോ ഇത് തുണിക്കടയിൽ നിന്ന് മോഷ്ടിച്ചത്? ഗോപികെ, നീ മാറി നിൽക്ക്. സരോജ ചേച്ചി പറയട്ടെ, ഈ പണം എങ്ങനെയാ ചേച്ചിയുടെ കയ്യിൽ വന്നത്? അത് പിന്നെ ഇവളോട് ഞാൻ ചോദിക്കാം. എടി കള്ളി, നീയാണ് പണം മോഷ്ടിച്ചതല്ലേ? മുഖമടച്ചൊന്ന് കൂട്ടണം. അമ്മ ഒന്ന് അടങ്ങി നിന്നേ. ചേച്ചി പറയട്ടെ, ചേച്ചി. അവിടെ ഒരു കസേരയിൽ ഇരുന്ന സഞ്ചിയില് പണമാണെന്ന് കണ്ടപ്പോ ഇത് ചെകുത്താൻ എന്നെ ബാധിച്ചു. ഇത്രയും പണം ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത്. അപ്പൊ മറ്റൊന്നും ആലോചിച്ചില്ല, ഞാനതങ്ങ് എടുത്തു. ആരെ മറന്നു വെച്ചു പോയ പണമാണെന്ന സത്യമായിട്ട് ഞാൻ കരുതിയത്. അല്ലാതെ ഇവിടുത്തെ പണമാണെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. നിങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോഴാ ഞാൻ പോലും അറിഞ്ഞത്. അതിനുശേഷം എനിക്ക് ഒരു സമാധാനം ഉണ്ടായില്ല. ഇതിവിടെ കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകുന്നു തോന്നി. ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പറയുന്നത് കേട്ടില്ലേ ചേച്ചി? പോലീസിൽ അറിയിക്കുക വേണ്ടത്. ദയവ് ചെയ്ത് പോലീസിൽ പറയല്ലേ. അവരെന്നെ പിടിച്ചോണ്ട് പോയ എന്റെ കുഞ്ഞ് അനാഥയായി പോവും. എന്നെ രക്ഷിക്കാതിരെ. എടി, നിന്റെ കുഞ്ഞിന്റെ കാര്യമൊക്കെ നീ കട്ടെടുക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. സ്വന്തം കൂടപ്പറപ്പിനെ പോലെയല്ലേ ഞാൻ നിന്നെ കരുതിയത്. എന്റെ മോളുടെ കല്യാണത്തിന് തുണി എടുക്കാനായി പോകുമ്പോ ആ നിലയ്ക്ക് തന്നെയാ നിന്നെ ഞാൻ കൂടെ കൂട്ടിയത്. ആ എന്നെ പോലും നീ നാണം കെടുത്തിയില്ലേ? ചതിച്ചില്ലേടി നീ? നീ ചെയ്ത ഈ കൊടും ചതി കാരണം എന്റെ ശിവേണ്ണ പഴി കേൾക്കേണ്ടി വന്നത്. അതിന് നീ ആരോട് സമാധാനം പറയും? എടി, നിന്നെ എനിക്ക് കൊണ്ടുപോടി. ചതിച്ച് വീട്ടിൽ കള്ളം കാണിച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യല്ലേ? പറയടി, അമ്മ സമാധാനം പറയും.